നമ്മളെന്ന് പറയാൻ പോകുന്നത് G-Shock മാംഗ വാച്ചുകളെ കുറിച്ചിട്ടാണ്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലോട്ടാപ്പിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പോപ്പുലർ ആയിട്ടുള്ള ജാപ്പനീസ് അനിമേഷൻ കാർട്ടൂണുകളാണ് ആനിമെ. കുട്ടികളൊക്കെ ഇതിന്റെ ഭയങ്കര ആരാധകരാണ്. എങ്ങനെയാണ് ഈ അനിമെ കാർട്ടൂൺസിന് ഇത്ര ഷാർപ്പും അഗ്രസീവ് ആയിട്ടുള്ള ഈ ലുക്കൊക്കെ കിട്ടിയത്? അതിന് കാരണം മാംഗ ആണ്. ജപ്പാനിൽ ഉത്ഭവിച്ച് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഗ്രാഫിക് നോവൽസ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കോമിക് ബുക്സ് ആണ് മാംഗ. നമ്മുടെ ചിത്രകഥകളൊക്കെ പോലെ തന്നെ അതിലെ ക്യാരക്ടർ സ്റ്റൈലും ഗ്രാഫിക്സും ഒക്കെയാണ് അനിമെ കാർട്ടൂണുകൾ പിന്തുടരുന്നത്. മാംഗ ജാപ്പനീസ് ആണ്, കാസിയോ ജാപ്പനീസ് ആണ്. അപ്പോൾ ഈ മാംഗനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കാസിയോ മാംഗ ഗ്രാഫിക്സിൽ 2 G-Shock വാച്ചുകൾ പുറത്തിറക്കി. അതാണ് കാസിയോ മാംഗ. ഇന്ത്യയിൽ ഈ 2 വാച്ചുകൾ അവൈലബിൾ ആണ്. ഫേമസ് ആയിട്ടുള്ള കാസിയോ എന്നറിയപ്പെടുന്ന GA2100 സീരീസ് വാച്ചിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മാംഗ എഡിഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളോടുകൂടിയിട്ടാണ് ഈ വാച്ച് വരുന്നത്. അതിൽ ആദ്യത്തെ പ്രത്യേകത ഈ 2 വാച്ചുകളും കൺട്രി ഓഫ് ഒറിജിൻ ജപ്പാൻ ആണെന്നുള്ളതാണ്. ഭയങ്കര ഫൺ വാച്ചായിട്ടാണ് കാസിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാംഗയിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് അൺഈവൻ ആയിട്ടുള്ള സ്ട്രോക്ക് വെയിറ്റ് ഉള്ള ബ്ലാക്ക് കളർ ലൈൻസ് ആണ് ഈ വാച്ചിന്റെ ബെസലിലും ഡയലിലും സ്ട്രാപ്പിലും അങ്ങനെ നീളം ഉപയോഗിച്ചിരിക്കുന്നത്. മാംഗ കോമിക്സിൽ ഡെപ്തും ഷാഡോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രീൻ ടോൺസും ഇതിൽ നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാച്ചിന്റെ ഡയലിൽ 9 o'clockലുള്ള സബ് ഡയലിൽ സൂചിക്ക് പകരം സ്പീച്ച് ബലൂൺസ് ആണ് സൂചി പോലെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാച്ചിന്റെ കേസ് ബാക്കിൽ നമ്മൾ ബാം എന്നൊക്കെ പറയില്ലേ കാർട്ടൂണിൽ, അതിന് പകരമായിട്ടുള്ള ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് വേർഡ് അവരുടെ കേസ് ബാക്കിൽ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ മാംഗ സ്റ്റൈൽ പ്രിന്റ് ഉള്ള കാർഡ്ബോർഡ് ബോക്സിലാണ് ഈ വാച്ച് വരുന്നത്. ഇനി വാച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇതൊരു സാധാരണ GA2100 വാച്ച് തന്നെയാണ്. ഇതൊരു 45mm കാർബൺ കോർ ഗാർഡ് വാച്ചാണ്. എന്റെ ഓർമ്മയിൽ 2019 ഒരു കാർബൺ കോർ ഗാർഡ് സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതോടുകൂടി വാച്ചിന്റെ സ്ട്രക്ചർ കൂടുതൽ സ്ട്രോങ് ആവുകയും അതുപോലെ തന്നെ വാച്ച് കുറച്ചും കൂടി സ്ലിം ആവുകയും ചെയ്തു. മിനറൽ ഗ്ലാസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഭാഗങ്ങളും റെസിൻ ആണ്. സാധാരണ G-Shockകൾ പോലെ തന്നെ ഇതൊരു 200 മീറ്റർ വാട്ടർ റെസിസ്റ്റൻസ് ഉള്ള വാച്ചാണ്. 3 വർഷം ബാറ്ററി ലൈഫ് ഉണ്ട് ഇതിന്. 5611 എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഉപയോഗിക്കുന്ന ഈ വാച്ചിൽ 31 ടൈം സോണുകളിലായിട്ട് 48 സിറ്റീസ് കവർ ചെയ്യുന്ന വേൾ ടൈം ഉണ്ട്. ഡൈലൈറ്റ് സേവിങ്സ് ടൈം ഓണും ഓഫും ചെയ്യാൻ സാധിക്കും. ഇതൊരു സൂപ്പർ ഇലുമിനേറ്റർ കാറ്റഗറിയിൽ വരുന്ന വാച്ചാണ്. 2 LED ലൈറ്റ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരെണ്ണം ഡിജിറ്റൽ ഡയലിന് വേണ്ടിയിട്ടും ഒരെണ്ണം അനലോഗ് ഡയലിന് വേണ്ടിയിട്ടും. സ്റ്റോപ്പ് വാച്ച്, ഓട്ടോ കലണ്ടർ, കൗണ്ട് ഡൗൺ ടൈമർ, അവർലി ടൈം സിഗ്നൽ, 5 അലാംസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. 12 hour 24 hour ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ അവർ, മിനിറ്റ്, സെക്കൻഡ്, PM, ഡേ, ഡേറ്റ് എല്ലാം കാണിക്കും. ±15 seconds per month ആണ് ഈ വാച്ചിന്റെ ആക്യുറസി. ഒരു ബേസിക് GA2100 വാച്ചിന് ഏകദേശം 10,000 രൂപയുടെ അടുത്താണ് വില വരുന്നത്. ഈ ഒരു മാംഗ എഡിഷന് അതിനേക്കാളും 1,500 രൂപ കൂടുതലാണ് വില. എന്നാലും ഇതിൽ ബ്ലൂടൂത്തോ സോളാറോ ഇല്ല. മാംഗ വേർഷൻ വാങ്ങാൻ ചിലവാക്കണേലും ഒരു 500 രൂപ കൂടി കൂടുതൽ കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് സോളാറും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള GA2100 വാച്ചുകൾ കിട്ടും. പക്ഷേ നിങ്ങളൊരു മാംഗ ലവറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ആലോചിക്കാനില്ല. 2 കിഡിലൻ കളറുകളിലാണ് ഇത് വരുന്നത്. ഒരു ബ്ലൂവും ഒരു വൈറ്റും. G-Shockന്റെ ടഫ്നെസ്സും അതുപോലെ ഈ ഒരു മാംഗ ഗ്രാഫിക്സിന്റെ ഒരു ഫൺ ലുക്കും കൂടി ആകുമ്പോൾ സംഭവം വേറെ ലെവലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. മാംഗ ലവറായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.